ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലൂടെയുള്ള ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ദഹനേന്ദ്രിയ വ്യവസ്ഥ അഥവാ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചുള്ള പ്രധാന പോയിന്റ്സ് ആണ് ഈ ക്ലാസ്സിൽ ഉള്ളത്. ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ പ്രധാന അവയവങ്ങൾ: വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. പല്ലിനെ കുറിച്ചുള്ള പഠനം: ഓഡന്റോളജി. പാൽപ്പല്ലുകളുടെ എണ്ണം 20. സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. പല്ലിന്റെ 3 ഭാഗങ്ങൾ: ദന്തമകുടം, പല്ലിന്റെ പുറത്ത് കാണുന്ന ഭാഗം; ദന്തമൂലം, മോണയ്ക്ക് താഴെയുള്ള പല്ലിന്റെ ഭാഗം; ദന്തഗളം, ദന്തമകുടത്തിനും ദന്തമൂലത്തിനും ഇടയിലായി കാണപ്പെടുന്ന ഭാഗം; പല്ലിലെ ജീവനുള്ള ഭാഗം ഡെന്റൈൻ; ഡെന്റിൽ പൊതിഞ്ഞിരിക്കുന്ന ഭാഗം ഇനാമൽ; ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ഇനാമൽ; പല്ലിനെ മോണയ്ക്കുള്ളിൽ ഉറപ്പിച്ചു നിർത്തുന്നത് സിമന്റം; പല്ലിന് ആവശ്യമായ മൂലകം ഫ്ലൂറിൻ. സ്ഥിരദന്തങ്ങൾ 4 തരം: ഉളിപ്പല്ല് അഥവാ ഇൻസിസേഴ്സ് 8 എണ്ണം. ഭക്ഷണ സാധനങ്ങൾ കടിച്ചു മുറിക്കുവാൻ സഹായിക്കുന്നു. കോമ്പല്ല് അഥവാ കനൈൻ 4 എണ്ണം. ഭക്ഷണം സാധനങ്ങൾ വലിച്ചു കീറാൻ സഹായിക്കുന്നു. സസ്യഭോജികളായ ജന്തുക്കളിൽ കോമ്പല്ല് കാണപ്പെടുന്നില്ല. അഗ്രചവർണകം അഥവാ പ്രീമോളാർ 8 എണ്ണം. ചവർണകം അഥവാ മോളാർ 12 എണ്ണം. ഇവ രണ്ടും ഭക്ഷണ പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. കുട്ടികളിൽ ഇല്ലാത്ത പല്ല് ചവർണകം. വായ്. വായുടെ മേൽത്തട്ട് പാലറ്റ്. വായിൽ 3 ഉമനീർ ഗ്രന്ഥികളുണ്ട്: പാരോട്ടിഡ്, സബ് മാക്സിലറി, സബ് ലിംഗ്വൽ. ഉമിനീരിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസാഗ്നികൾ അഥവാ എൻസൈം: ലൈസോസൈം, ടയലിൻ. ലൈസോസൈം ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ വായിൽ എത്തിച്ചേരുന്ന അണുക്കളെ നശിപ്പിക്കുന്നു. ടയലിൻ അഥവാ സലൈവറി അമിലേസ് അന്നജത്തെ മാൽട്ടോസ് ആയിട്ട് മാറ്റുന്നു. ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ്. ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് കടക്കാതെ സഹായിക്കുന്ന അടപ്പ് ക്ലോമപിദാനം അഥവാ എപ്പിഗ്ലോട്ടിസ്. ഭക്ഷണ പദാർത്ഥങ്ങളെ മൂക്കിനുള്ളിലേക്ക് പ്രവേശിക്കാതെ തടയുന്നത് ചെറുനാക്ക് അഥവാ കുറുനാക്ക്. അന്നനാളം, ശ്വാസനാളം എന്നിവ ആരംഭിക്കുന്ന ഭാഗം ഗ്രസനി അഥവാ ഫാരിങ്സ്. അന്നനാളം അഥവാ ഈസോഫാഗസ്. അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനം പെരിസ്റ്റലിസിസ്. ഭക്ഷണത്തെ അന്നനാളത്തിലൂടെ കടത്തിവിടുന്ന തരംഗ ചലനം പെരിസ്റ്റലിസിസ്. അന്നനാളത്തിൽ ദഹന പ്രക്രിയ നടക്കുന്നില്ല. ആമാശയം അഥവാ സ്റ്റൊമക്. ആമാശയം ജെ ഷേപ്പിലുള്ള സഞ്ചിയാണ്. ആമാശയത്തിൽ കാണപ്പെടുന്ന ദഹന രസങ്ങൾ പെപ്സിൻ, ലിപ്പേസ്. ലിപ്പേസ് കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്നു. പെപ്സിൻ പ്രോട്ടീന്റെ ദഹനത്തെ സഹായിക്കുന്നു. പെപ്സിൻ ദഹിപ്പിക്കാത്ത പ്രോട്ടീൻ കെരാറ്റിൻ. ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദഹന പ്രക്രിയ നടക്കുമ്പോൾ ആമാശയത്തെ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മം അഥവാ മ്യൂക്കസ്. ആമാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണം ചൈം. ആമാശയത്തിൽ ഭക്ഷ്യവസ്തുക്കൾ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നത് വലിയ പേശികൾ. ആമാശയത്തിൽ ഭക്ഷണം ദഹിക്കാൻ എടുക്കുന്ന സമയം 4 മുതൽ 5 വരെയുള്ള അവേഴ്സ്. ചെറുകുടൽ അഥവാ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ചെറുകുടലിന്റെ ആദ്യ ഭാഗം പക്വാശയം. ആമാശയത്തിൽ നിന്ന് കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണം എത്തിച്ചേരുന്നത് പക്വാശയം. ദഹന പ്രക്രിയ പൂർണ്ണമാകുന്നത് ചെറുകുടലിൽ. ചെറുകുടലിന്റെ നീളം 5 മുതൽ 6 മീറ്റർ വരെ. ചെറുകുടലിൽ പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വിരലുകൾ പോലെയുള്ള ഭാഗം വില്ലി. വില്ലി ചെറുകുടലിന്റെ ഉപരിതലം വർദ്ധിപ്പിക്കുന്നതിലൂടെ പോഷകങ്ങളുടെ ആഗിരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നു. ചെറുകുടലിലെ രാസാഗ്നികൾ കരളിൽ നിന്നും പിത്തരസം. പിത്തരസം കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്നു. എമുൾസിഫിക്കേഷൻ പിത്തരസം കൊഴുപ്പിനെ ഫാറ്റി ആസിഡായും ഗ്ലൈസോളായും മാറ്റുന്ന പ്രക്രിയ. പിത്തരസം പിത്തസഞ്ചിയിലാണ് ശേഖരിച്ചു വെക്കുന്നത്. പിത്തസഞ്ചിയിൽ കല്ലുകൾ രൂപപ്പെടുന്ന അവസ്ഥ കോളിലിത്തിയാസിസ്.
ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നികൾ. ട്രിപ്സിൻ മാംസ്യത്തെ അമിനോ ആസിഡാക്കി മാറ്റുന്നു. അമിലേസ് ധാന്യകത്തെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ലിപ്പേസ് ലിപ്പിഡ് അഥവാ കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറൈഡും ആക്കി മാറ്റുന്നു. കൊഴുപ്പിന്റെ ദഹന രാസാഗ്നിയാണ് ലിപ്പേസ്. മാംസ്യത്തിന്റെ ദഹന രാസാഗ്നിയാണ് പെപ്സിൻ. ധാന്യകം, കൊഴുപ്പ്, മാംസം എന്നിവയുടെ ദഹനം പൂർണ്ണമായി നടക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ദഹിച്ച ഭക്ഷണത്തിലെ ജലം ആഗിരണം ചെയ്യപ്പെടുന്നത് വൻകുടലിൽ വെച്ചാണ്. വൻകുടലിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഇക്കോളി ബാക്ടീരിയ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചുള്ള പോയിന്റ്സ് ഇത്രയുമാണ്. താങ്ക് യു.